ഔട്ട്സ്പോക്കന്റെ പുതിയ ലക്കത്തിലേക്ക് എവർക്കും സ്വാഗതം. മണിപ്പൂർ മറക്കരുത് എന്ന മുദ്രാവാക്യത്തിന് ശേഷം ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി പുതുതായി നമ്മളുടെ മതേതര പാർട്ടികൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രസ്ഥാനം അവതരിപ്പിക്കുന്ന പുതിയൊരു മുദ്രാവാക്യമാണ് ചർച്ച് ബില്ല് വരുന്നുണ്ട് കേട്ടോ. ഇന്ന് അതിനെക്കുറിച്ചാണ് ഔട്ട്സ്പോക്കൻ പറയുന്നത്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് നിയമ ഭേദഗതിയെ പാർലമെന്റിൽ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി പൊളിറ്റിക്കൽ ഇസ്ലാമിന് വേണ്ടി നന്നായി പണിയെടുത്ത കേരളത്തിലെ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, കേരള കോൺഗ്രസ് പ്രസ്ഥാനങ്ങളോടുള്ള അമർഷം ഇവിടെ BJP എന്ന പാർട്ടിക്ക് ഗുണം ചെയ്യാതിരിക്കാനായിട്ടാണ് അടുത്തത് ഇനി ചർച്ച് ബില്ലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനികളെ പൊട്ടന്മാരാക്കാനായിട്ട് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി മുതൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശനും എറണാകുളത്തിന്റെ വഖഫ് പ്രതിനിധിയായ ഹൈബി ഈഡനും ഇത് മാത്രമേ പറയാനുള്ളൂ. അല്ല, സഭാ നേതൃത്വം അവർക്ക് അറിയാലോ, അവർക്ക് ഇപ്പൊ മനസ്സിലാവുമല്ലോ കാര്യങ്ങൾ. ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞല്ലോ വഖഫ് ബില്ലിനും പിന്നാലെ ചർച്ച് ബില്ലും കൂടി വരുന്നുണ്ട്. അതിന്റെ വിഷയമാണ് പറഞ്ഞത്. ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവരെ കാര്യങ്ങൾ ഞങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കും. എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ നിലപാടെടുത്തതെന്ന് പറയും. ആ നിലപാട് ഉറച്ച നിലപാടാണ്. അത് രാഹുൽ ഗാന്ധിയുടെ നിലപാടാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലപാടാണ്, ഇന്ത്യ മുന്നണിയുടെ നിലപാടാണ്. ഒരു വ്യത്യാസമില്ല. അതിലൊന്നും ഞങ്ങൾ വെള്ളം ചേർക്കില്ല. അത് രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള നിലപാടാണ്. ഉറപ്പായിട്ട് ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞല്ലോ, നാളെ ഈ വഖഫ് ബില്ല് വരുന്നത് പോലെ ചർച്ച് ബില്ല് വരുമ്പോഴും ഒരു മതത്തിന്റെ അവകാശങ്ങൾക്ക് നേരെ ആര് കടന്നു കയറിയാലും ഞങ്ങളുണ്ടാവും. പണ്ട് പറഞ്ഞ പോലെ അവര് മറ്റൊരു ആൾക്കാരെ അന്വേഷിച്ച് വന്നപ്പോൾ ഞാൻ മിണ്ടിയില്ല. കാരണം ആ വീട്ടിലാണ് പോലീസ് കയറിയത്. ഇപ്പുറത്തെ വീട്ടില് പോലീസ് അന്വേഷിച്ച് വന്നപ്പോൾ ഞാൻ അന്വേഷിച്ചില്ല. കാരണം എന്റെ വീട്ടിലല്ല കയറിയത്. നേരെ മുമ്പിലുള്ള വീട്ടിലും പോലീസ് വന്ന് കയറിയപ്പോഴും ഞാൻ മിണ്ടിയില്ല. കാരണം എന്റെ വീട്ടിലല്ല കയറിയത്. അവസാനം എന്റെ വീട്ടിൽ വന്നപ്പോൾ ചോദിക്കാനും പറയാനും വേറെ ആരും ഉണ്ടായിരുന്നില്ല എന്ന് കേട്ടിട്ടുണ്ടല്ലോ പണ്ട് എന്ന് പറഞ്ഞ പോലെയാണ്. സത്യത്തിൽ ഇവരൊക്കെ ആരെയാണ് പൊട്ടന്മാരാക്കാൻ ശ്രമിക്കുന്നത്? ഈ വഖഫ് ബോർഡിനെ പോലെ രാജ്യത്തിന്റെ മതേതരത്വ സ്വഭാവത്തിനും നിലനിൽപ്പിനും ഭീഷണിയായി മാറുന്നതോ അന്യമതസ്ഥരുടെ സ്വസ്ഥതയും സമാധാനവും നശിപ്പിക്കുന്നതോ ആയതൊന്നും ക്രിസ്ത്യൻസ് പള്ളികളിലും സഭാ സ്ഥാപനങ്ങളിലുമില്ല. അനധികൃതമായി കൈവശപ്പെടുത്തിയതോ നിയമാനുസൃതം അല്ലാത്തതായ ഒന്നും തന്നെ അവിടെയില്ല. അതുകൊണ്ട് തന്നെ ചർച്ച് ബില്ലെന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് വിളറി പിടിക്കേണ്ടതായ ഒരാവശ്യവുമില്ല. ഈ സഭയുടെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് വെറും നിയമങ്ങളുടെ നടപ്പിലാക്കൽ മാത്രമല്ല, മറിച്ച് ആദിമ ക്രൈസ്തവ സമൂഹത്തിന്റെ പാരമ്പര്യത്തിന്റെയും സംസ്കാരത്തിന്റെയും കൈമാറലും തുടർച്ചയുമാണ് എന്നുള്ളതാണ് സത്യം. ഈ ആദിമ ക്രൈസ്തവ സമൂഹം തങ്ങൾക്കുള്ളതെല്ലാം പൊതുവായി കണ്ടുകൊണ്ട് ആവശ്യാനുസരണം പങ്കുവെച്ച ഏക മനസ്സോടെ ഒരേ ഹൃദയത്തിലും വിശ്വാസത്തിലും ഒന്നായ ഒരു സമൂഹമായി മാറിയാണ് ജീവിച്ചത്. ആ സമൂഹം വളർന്ന് വിവിധ രാജ്യങ്ങളിലായി പടർന്നപ്പോഴും ആദിമ ക്രൈസ്തവ സമൂഹത്തിന്റെ പാരമ്പര്യവും സംസ്കാരവും നശിപ്പിക്കാതെ സഭ കാത്തുസൂക്ഷിച്ചു. സഭയിലെ സന്യാസ സമൂഹങ്ങൾക്ക് സ്വകാര്യ സ്വത്ത് സമ്പാദ്യമില്ലാതെ തങ്ങൾക്കുള്ളതെല്ലാം പൊതുവായി കരുതി പങ്കുവച്ച് ആദിമ ക്രൈസ്തവ സമൂഹത്തിന്റെ അതേ തനിമയിൽ തന്നെയാണ് ജീവിച്ചു വന്നത്. എന്നാൽ പിടിയരി പിടിച്ചും പറമ്പിലെ തെങ്ങുകളിൽ ഒന്നും രണ്ടുമൊക്കെ അതിന്റെ വരുമാനം പള്ളിക്ക് കൊടുത്തും ദശാംശം നൽകിയുമെല്ലാം സഭയെ വളർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ഇടവക ജനത്തോടുള്ള ഇന്നത്തെ പെരുമാറ്റം ആദിമ സന്യാസ സ്വഭാവത്തിന്റെ പിന്തുടർച്ചയാണോ എന്നുള്ളത് വേണ്ടപ്പെട്ടവർ ഈ അവസരത്തിൽ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഇനി ചർച്ച് ബില്ല് വന്നുവെന്നിരിക്കട്ടെ, ആ ബില്ല് വരുന്നത് കൊണ്ട് ഞങ്ങൾ സാധാരണ ക്രിസ്ത്യൻ വിശ്വാസികൾക്ക് എന്താണ് പ്രശ്നം? ഞങ്ങളുടെ കിടപ്പാടം നഷ്ടപ്പെടില്ല, ഞങ്ങളുടെ ഭൂമികൾ നഷ്ടപ്പെടില്ല, ഞങ്ങൾക്ക് രാത്രിയിൽ ഉറക്കം നഷ്ടപ്പെടില്ല, ഞങ്ങളുടെ വിയർപ്പിന്റെ വില കൊടുത്ത് വാങ്ങിയ ഭൂമിയുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് എവിടെയും നിരാഹാര സത്യാഗ്രഹം ഇരിക്കേണ്ടതായി വരില്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ ആരാധനാ സ്വാതന്ത്ര്യം അത് നഷ്ടപ്പെടില്ല, ഞങ്ങളുടെ പള്ളികൾ അടച്ചുപൂട്ടപ്പെടുകയില്ല. ആരും ഞങ്ങളുടെ ആരാധനാലയങ്ങളെ തകർക്കുകയോ ചർച്ച് ബില്ല് വന്നതിന്റെ പേരിൽ ഞങ്ങളുടെ പള്ളികളെ മറ്റൊരു ആരാധനാലയമാക്കി മാറ്റുകയോ ചെയ്യില്ല. പിന്നെ എന്തിനാണ് ഞങ്ങൾക്ക് സാധാരണ ക്രിസ്ത്യാനികൾക്ക് ചർച്ച് ബില്ല് എന്ന് നിങ്ങൾ പറയുമ്പോൾ പേടിക്കേണ്ട ആവശ്യം? ഞങ്ങൾക്കാകെ പള്ളിയിൽ നിന്നും കിട്ടുന്നത്
കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഞങ്ങൾ സ്വീകരിക്കുന്ന തിരുവോസ്തി മാത്രമാണ്. ബാക്കിയെല്ലാം ഞങ്ങൾ പള്ളിക്ക് അങ്ങോട്ട് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിനെ തടയാനുള്ളതൊന്നും ഏത് ബില്ലിലും ഉണ്ടാവില്ല എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പ് തന്നെയാണ്. പിന്നെ പള്ളികളിലെയും സഭാ സ്ഥാപനങ്ങളിലെയും സംബന്ധിച്ച കാര്യങ്ങൾ, മടിയിൽ കനമുള്ളവനെ വഴിയിൽ ഭയക്കേണ്ടതുള്ളൂ. അത് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ അഭിമന്യ പ്ലാംബ്ലാനി പിതാവ് വളരെ വ്യക്തമായി മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. ചർച്ച് ബില്ല് വരുമെന്ന് പറഞ്ഞ് ഞങ്ങളെ ആരും ഭയപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം ഞങ്ങൾ സഭ എന്തെങ്കിലുമൊക്കെ സ്വരുക്കൂട്ടിയിട്ടുണ്ട് എങ്കിൽ അത് ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയതാണ്. ഞങ്ങളുടെ ജനത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെ വിലയാണത്. അതുപോലെ തന്നെ ആഗോള സഭയുടെ കൂട്ടായ്മയിലൂടെ നൽകപ്പെടുന്നതാണത്. അതുകൊണ്ട് ഏതെങ്കിലും ബില്ല് വന്നാൽ അന്യായമായി എന്തെങ്കിലും സമ്പാദിച്ചിട്ടുള്ളവർക്ക് ഭയപ്പെടേണ്ടതുള്ളൂ. ചർച്ച് ബില്ലിൻ്റെ പേരിൽ സഭയ്ക്ക് പ്രത്യേകിച്ച് ഭയമൊന്നുമില്ല. അത് നീതിപൂർവമായ നിലപാടുകൾ ആ സമയത്ത് സഭ സ്വീകരിക്കുന്നത്. സത്യത്തിൽ ഇവിടെ ദേവസ്വം ബോർഡ് മാതൃകയിൽ ക്രിസ്ത്യൻ പള്ളികൾക്കായി ഒരു ബോർഡ് കൊണ്ടുവരാൻ വളരെയധികം ആഗ്രഹിക്കുന്നവരും അതിനായി പണിയെടുക്കുന്നവരും ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള മതമൗലികവാദികൾ തന്നെയാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ചങ്ങനാശ്ശേരിയിലെ മഹല്ല് കമ്മിറ്റികളുടെ കൂട്ടായ്മ ദേവസ്വം ബോർഡ് വഖഫ് ബോർഡ് മാതൃകയിൽ ക്രിസ്ത്യാനികൾക്കും ഒരു ബോർഡ് ഉണ്ടാക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോടും സംസ്ഥാന സർക്കാരോടും ആവശ്യപ്പെട്ട് പ്രമേയം പാസാക്കുകയുണ്ടായി. ക്രിസ്ത്യൻ സമൂഹത്തിലെ പള്ളികളുടെ നടത്തിപ്പിന്റെ കാര്യത്തിൽ മുസ്ലിം മഹല്ല് കമ്മിറ്റികൾക്ക് എന്താണ് കാര്യം? അതുകൊണ്ട് കാര്യമുണ്ട്. കാരണം അവർക്ക് ഇങ്ങനെ ഒരു ബോർഡ് ഉണ്ടാക്കി വെച്ചിട്ട് അതിലേക്ക് എല്ലാ മതസ്ഥരായിട്ടുള്ള ആളുകളെയും രാഷ്ട്രീയക്കാരെയും എല്ലാം കുത്തിക്കയറ്റി പള്ളികളുടെയും സഭാ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങൾ കുളമാക്കി സഭയെ തകർക്കുക എന്നുള്ളത് അവർ സ്വപ്നം കാണുന്ന ഒന്നാണ്. അതിനു വേണ്ടിയിട്ടാണ് അവർ പല രീതിയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ നവംബർ 8-ാം തീയതി സുപ്രഭാതം പത്രത്തിൽ വന്ന ലേഖനം തന്നെ കത്തോലിക്ക സഭയ്ക്ക് ഇല്ലാത്ത കണക്കുകളൊക്കെ ഉണ്ടാക്കി വിഡ്ഢിത്തരങ്ങൾ നിറച്ച കണക്കുകൾ അവർ ഫാക്ട് ചെക്ക് ചെയ്തു എന്ന് പറഞ്ഞ് പുറത്തുവിട്ടു. കാര്യം അവരാഗ്രഹിക്കുന്നത് സഭയുടെ തകർച്ചയാണ്. അതിനവർക്ക് ദേവസ്വം ബോർഡ് മാതൃകയിൽ ഒരു ബോർഡ് ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തു വെച്ചിട്ട് അവർ കേന്ദ്ര സർക്കാരിന്റെ മേൽ പഴിചാരുകയാണ്. അപ്പോൾ അവസാനമായിട്ട് പറയാനുള്ളത്, ഇപ്പോൾ നാട്ടിലിറങ്ങി ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി മാറിയിരിക്കുന്ന കരിമ്പുലിയെ കേന്ദ്ര സർക്കാർ പിടിച്ചു കിട്ടിയപ്പോൾ കടലാസ് പുലിയെ കാണിച്ച് ക്രിസ്ത്യാനികളെ പേടിപ്പിക്കരുത്.